ഒന്നയിൽ മാനസം ചേർന്നു എന്റെ ജീവിതം ധന്യമായി തീർന്നു. എന്റെ ജീവിതം ധന്യമായി തീർന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അവയെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഓരോ ആപത്തും മഹാമാരിയാട്ടെ, പ്രക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസവും. മനുഷ്യർ തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദയം പ്രാപിക്കുക, സസ്യസേന്ദ്രിയമായി സഹവാസം പുലർത്തുക. ഈ 3 കാര്യങ്ങൾ കുറേശ്ശെങ്കിലും പ്രാവർത്തികമാക്കണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നാണ്. ಅಮ್ಮ ಇಡೀ ಜಗತ್ತಿನ ಬಡವರಿಗೆ, ದೀನರಿಗೆ, ದಲಿತರಿಗೆ, ಕೈಲಿ ಆಗಲಾಗದವರಿಗೆ ಅವರೊಬ್ಬ ಅಮ್ಮನಾಗಿ ಇವತ್ತು ಸರ್ಕಾರ ಮಾಡಲಾರಕ್ಕೆ, ಯಾವುದು ಸರ್ಕಾರ ಮಾಡಬೇಕು ಅಥವಾ ಕೆಲವು ಸಂಗತಿಗಳನ್ನ ಸರ್ಕಾರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲೋ ಆ ಕೆಲಸವನ್ನ ಅವರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮ್ದು ನಾನು ಇವತ್ತು ಸ್ಪೀಕರ್ ಆಗಿರ್ಬೋದು, ಮಂತ್ರಿ ಇದ್ದಾರೆ, MLA ಇದ್ದಾರೆ, ನಮ್ಮ ಸಂಸದರಿದ್ದಾರೆ. ನಮ್ಮ ಪವರ್ ಎಲ್ಲ ಟೆಂಪರರಿ ಪವರ್. ಅಮ್ಮನ ಪವರ್ ಅದು ಪರ್ಮನೆಂಟ್ ಪವರ್. ಎಲ್ಲಿ ಹೋದ್ರು ಕೂಡ ನಿಮಗೆ ಒಂದು ಅವಕಾಶ ಖಂಡಿತವಾಗಿ ಇವತ್ತು ಆಗ್ತದೆ. ಜಗಜನನಿ ಜನಪಾಲಿನಿ ಜಗದೀಶ್ವರಿ ಜಗದಂಬಿಕೆ ಮಹಾಕಾಳಿ ಅಮೃತೇಶ್ವರಿ ಜಗದೀಶ್ವರಿ ಜಗದಂಬೆ ಮಹಾಕಾಳಿ ಅಮೃತೇಶ್ವರಿ. परमेश्वरी जय जय हे अम्मा अम्बा परमेश्वरी.